ഹലോ ഗൈസ്, അപ്പോൾ SR സിമ്പിൾ വ്ളോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചെമ്മീൻ ചമ്മന്തി പൊടിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കഴുകി വാരിയ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ആ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അതൊന്ന് ചുമന്ന് വരുമ്പോഴത്തേനും നമുക്ക് 2 വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേനും നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ആ തേങ്ങയും കൂടെ ഒന്ന് നമുക്ക് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ഒന്ന് ഇളക്കി നന്നായിട്ട് മൂത്ത് വരട്ടെ. കൂടെ തന്നെ ഞാൻ ഒരു ഉണ്ട പുളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ, പിന്നെ കുറച്ച് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി മിക്സിക്കകത്തിട്ടതൊന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒതുക്കിയപ്പോൾ ഒരു അധികം അരഞ്ഞില്ലായിരുന്നു, കാരണം വെള്ളമയം ഒട്ടുമില്ലല്ലോ. അപ്പം ഞാൻ അതിൽ കൂടെ 2 സ്പൂണ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. കുറച്ച് വെള്ളം, വളരെ കുറച്ച് മാത്രം. എന്നിട്ട് ഒതുക്കിയെടുത്തപ്പോൾ തന്നെ ഇതുങ്ങവരെ കിട്ടിയേ. ഇനി നമുക്ക് ആ വെള്ളം ഒഴിച്ചില്ലായിരുന്നോ, അതൊന്ന് വറ്റിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഞാൻ വീണ്ടും തിരിച്ച് അതിനകത്തോട്ട് തന്നെ ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. നമുക്ക് കുറച്ച് നേരം ഇളക്കണം, എന്നാലും ആ വെള്ളം മുഴുവനും പറ്റിച്ച് നമുക്ക് എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് അത് സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് പറ്റൂല, അന്ന് തന്നെ എടുക്കേണ്ടി വരുവേ. ഇങ്ങനെ നല്ലതായിട്ട് വെള്ളമൊക്കെ പറ്റിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്താണെങ്കിൽ ഒരു 2-3 ദിവസം വെച്ചേക്കാം. അപ്പോൾ ഫ്രിഡ്ജിലാണെങ്കിൽ 1-2 ആഴ്ച ഇരിക്കും കേട്ടോ. അപ്പം നമുക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ട് എടുക്കാം. പിന്നെ ഇത് പുളിയും ബാക്കിത്തെ ഇൻഗ്രീഡിയൻസും ഒന്നും ചേർക്കാതെ, മീൻസ് നമ്മുടെ ചെമ്മീൻ നന്നായിട്ട് വറുത്തെടുത്തിട്ട് അതിനകത്ത് കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രം ഇട്ടിട്ട് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് പൊടിച്ചെടുത്ത് ഒരു കുപ്പിക്കകത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ നേരമാകുമ്പോഴത്തേനും കുറച്ച് പുളിയും വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അത് കുറച്ച് ലോങ് ലാസ്റ്റായിട്ട് ഇരിക്കും കേട്ടോ. നമുക്കത് പുറത്ത് വെച്ചാലും കേട് വരത്തില്ല. പിന്നെ ഫ്രിഡ്ജിനകത്താണെങ്കിലും വെക്കാം കേട്ടോ. അത് നമുക്ക് ഒത്തിരി നാളിരിക്കും. ഇതുവരെ നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തില്ലായിരുന്നു, ഇനി നമുക്ക് ചേർക്കാം. അതെ, നല്ലതായിട്ട് ഡ്രൈ ആയി വന്നപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് ഇനി നമുക്കത് ഉപയോഗിക്കാം കേട്ടോ. ആവശ്യത്തിന് ചോറിൻ്റെ കൂടെയോ ഒക്കെ നന്നായിട്ട് കഴിക്കാം കേട്ടോ. ചോറിൻ്റെ കൂടെ ആയിരിക്കും ഇത് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. അപ്പം ഇതാണ്ട് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. നല്ല ടേസ്റ്റാണ് ഗൈസ്, നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അന്നേരം നമ്മൾ ലഞ്ച് കഴിക്കാനിരിക്കുവാണ് കേട്ടോ. അതെങ്ങനെ കിട്ടിയത്. ഇപ്പോൾ കടലത്തോരനുണ്ട്, ക്യാബേജ് തോരനുണ്ട്, ചമ്മന്തിപ്പൊടിയുണ്ട്, മുട്ട വറുത്തതുണ്ട്, കൂടെ സാമ്പാറും ഉണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ കൂട്ടി നമ്മൾ ആഘോഷമായിട്ട് ചോറൊക്കെ ഉണ്ണുന്നു. അപ്പം നിങ്ങൾ ലഞ്ച് കഴിച്ചൊന്ന് വിശ്വസിക്കണു. അപ്പം ഇന്നത്തെ ലഞ്ച് നമ്മുടെ ഇതൊക്കെയാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഫുഡിൻ്റെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീണ്ടും ഒരു നല്ല വ്ളോഗ്സുമായിട്ട് കാണാം. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും ഇതൊരു വട്ടെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. കാണുന്നവർ ഭയങ്കര സിമ്പിളല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും നമ്മൾ ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ ഉണ്ടാക്കണത്. പിന്നെ എൻ്റെ കിട്ടുവിന് ആണെങ്കിൽ ചെമ്മീൻ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു കേട്ടോ. ചെമ്മീൻ്റെ സ്മെല്ലൊന്നും ഇഷ്ടമല്ലായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.